നമ്മുടെ ഈ ചെമ്പനീർ പൂവ് പുത്തൻ പ്രൊമോല് നമ്മുടെ വർഷയുടെ ഒരു പുതിയ പ്ലാനാട്ടോ. നമ്മുടെ ശ്രീകാന്തിൻ്റെ ഒപ്പം ഒളിച്ചോടാനുള്ള ഒരു പുത്തൻ പ്ലാനിലേക്കാട്ടോ കഥ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ വർഷയുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, അച്ഛാ ഞാൻ ചതിക്കപ്പെട്ടു വെച്ചാൽ ശ്രീകാന്ത് ഇനിയിപ്പോൾ എന്നെ കെട്ടില്ല, എന്നെ വേണ്ട എന്നാണ് പറയുന്നത്, ഞങ്ങളുടെ ബന്ധം ബ്രേക്കപ്പ് അയച്ചാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വർഷയുടെ അമ്മയുടെ ദേഹത്ത് ഇങ്ങനെ കിടന്നുകൊണ്ടൊക്കെ ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വർഷയുടെ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം, അപ്പം അച്ഛനും സന്തോഷം, അങ്ങനെ മൊത്തത്തിൽ സന്തോഷം കേട്ടോ. അപ്പം ഇത് നമ്മുടെ വർഷയുടെ മിക്കവാറും കള്ളക്കളിയാകാൻ തന്നെ ആയിരിക്കും സാധ്യത. തനിക്ക് എങ്ങനെയെങ്കിലും പുറത്തോട്ട് ഇറങ്ങണം, ശ്രീകാന്തുമായുള്ള ഒരു വിവാഹം നടക്കണം, അത് തന്നെയാണ് നമ്മുടെ വർഷയുടെ ലക്ഷ്യം. അപ്പുറത്താണെങ്കിലും നമ്മുടെ സച്ചി ലോങ് ട്രിപ്പിന് പോയിരിക്കുകയാണ്. അപ്പോൾ സച്ചി ഇങ്ങനെ രേവതിയുമായിട്ട് വിളിക്കുകയും എന്നിട്ട് ഇവരിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് നമ്മുടെ രേവതിയുടെ അടുത്ത്, നിനക്ക് എന്താ ഉറങ്ങിയൊന്നും വേണ്ടേ എന്ന് ചോദിക്കുന്നു. അപ്പം നമ്മുടെ രേവതി പറയുന്നുണ്ട് കേട്ടോ, സച്ചിയേട്ടൻ ഉറങ്ങും വരെ ഞാൻ ഫോൺ ചെയ്തോളാം, സച്ചിയേട്ടൻ എൻ്റെ സൗണ്ട് കേട്ടാലല്ലേ ഉറക്കം വരൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സച്ചി ഉറങ്ങും വരെ ഇങ്ങനെ രേവതിയുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രംഗങ്ങളാട്ടോ നമുക്ക് പുത്തൻ പ്രൊമോയിൽ കാണുവാൻ സാധിക്കും. ഇപ്പോൾ ഇവർ രണ്ട് സ്ഥലത്താട്ടോ സച്ചി ലോങ് ട്രിപ്പിന് പോയി എന്നാട്ടോ നമ്മുടെ കഥയിൽ പറയുന്നത്. നമ്മുടെ സച്ചി ലോങ് ട്രിപ്പോട് കൂടി പരമ്പരയിൽ നിന്നും തന്നെ പോകുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ശ്രീകാന്തിൻ്റെ വർഷയുടെ കാര്യം അതെന്തായി തീരും എന്നും കണ്ടു തന്നെ അറിയണം കേട്ടോ. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.